എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം. ചോറ്റാനിക്കരയിൽ ഇനി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒഡിസി, എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയ ഓഡിറ്റോറിയം, റൂംസ് അവൈലബിൾ. കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും ഇവിടെ സെറ്റാണ്. ഒപ്പം ആഡംബര മുറികളുണ്ട്. ചോറ്റാനിക്കരയിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി പുതിയ ഓഡിറ്റോറിയം ഒഡിസി ഉദ്ഘാടനം കഴിഞ്ഞു. ന്യൂ ഓഡിറ്റോറിയം നിയർ ചോറ്റാനിക്കര. ചോറ്റാനിക്കരക്ക് അടുത്ത് തന്നെയാണ്, 2 കിലോമീറ്ററോളമൊക്കെ വരുള്ളൂ. അപ്പോൾ വളരെ ആധുനികമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഓഡിറ്റോറിയം അവിടെ ഉണ്ട്. മനോഹരമായ നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതിനും മറ്റുമായിട്ടുള്ള ഓഡിറ്റോറിയം, വിവാഹങ്ങളും മറ്റു പാർട്ടികളും എല്ലാം നടത്താവുന്നതാണ്. ബിസിനസ് മീറ്റിംഗ് എല്ലാം നടത്താവുന്നതാണ്. നല്ല ഡൈനിങ് ഹാളുണ്ട്. കൂടാതെ വലിയ ഹാളുണ്ട് പരിപാടികളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കോണ്ടാക്ട് നമ്പറെല്ലാം ഇവിടെ എഴുതുന്നുണ്ട്. ചോറ്റാനിക്കരയിൽ അത്ര സൗകര്യമുള്ള ഓഡിറ്റോറിയങ്ങളൊന്നും കണ്ടിട്ടില്ല. മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ക്ഷേത്രത്തിനടുത്താണ്. ഇപ്പോൾ സ്വദേശവാസികൾക്കും പരിസരവാസികൾ അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും, കൂടാതെ ദൂരദേശങ്ങളിലുള്ള മലയാളികളായിട്ടുള്ളവരും ഒക്കെ അല്ലാത്തവരും ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തണമെന്നോ അല്ലാതെ ബിസിനസ് മീറ്റ്, എല്ലാ കാര്യങ്ങൾക്കും ഒത്തിണങ്ങിയ സ്ഥലമാണ്. നിങ്ങൾ സന്ദർശിക്കുക. മറ്റുള്ളവരോടുകൂടി പറയുക, കൂട്ടുകാരോട് പറയുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. എല്ലാം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ഓരോ ദിവസം ചെല്ലുന്തോറും പ്രപഞ്ചത്തിൽ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം അറിയുക. അറിയാത്തവർ അറിയുക, മറ്റുള്ളവരോടുകൂടി പറയുക. പിന്നെ കുറച്ച് പടങ്ങളൊക്കെ കൂടി ഞാൻ കാണിക്കാം കേട്ടോ. ചോറ്റാനിക്കര ക്ഷേത്രം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതിനടുത്താണല്ലോ. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. വിദേശത്തുള്ളവർക്കും എല്ലാം വരാവുന്നതാണ്. വിദേശത്തു നിന്ന് വരുന്നവർക്ക് കുറച്ച് ദിവസം അടിച്ചു പൊടിച്ച് നിന്നിട്ട് പോകാം. ക്ഷേത്ര ദർശനം നടത്താം. പിന്നെ അവിടെയുള്ള പ്രകൃതി ഭംഗികളെല്ലാം കണ്ടാസ്വദിക്കാം. അങ്ങനെയെല്ലാം ചെയ്യാം. നല്ല ഒരു അവസരമായി കാണുക. നിങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിച്ചു പോകേണ്ടതാണ്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഏകദേശം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. അവിടുത്തെ സൗകര്യങ്ങളും മറ്റും ഇവിടെ കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഒഡിസി പേരിട്ടോ അറിയാൻ പറ്റും. എരിവേലിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അത്ര ചോറ്റാനിക്കര തന്നെ അറിയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ഫോൺ നമ്പറിൽ നോക്കുക. പക്ഷേ നമ്മുടെ പരിസരവാസികൾക്ക് തന്നെ, ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ ഇത് അറിയാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾ ദൂരെയുള്ളവരാണോ അല്ലാത്തവരാണോ അടുത്തുള്ളവരാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളും മനസ്സിലാക്കുക. നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, ചോറ്റാനിക്കര ക്ഷേത്രത്തിനടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്
ഓഡിറ്റോറിയം ഉണ്ടെന്നും താമസ സൗകര്യങ്ങളുണ്ടെന്നും വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയതാണെന്നും ശാന്തമായതാണെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ തന്നെ അവർക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ ചെല്ലുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായെന്നൊന്നും അറിയില്ല. ഇത്രയും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. തിങ്കൾ ചൊവ്വ ആ ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ സ്കൂൾ പ്രവേശനം, അധ്യയന വർഷം തുടങ്ങൽ എല്ലാമുണ്ട്. എങ്കിലും ഞാൻ ഈ വീഡിയോ ഇട്ടതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അറിയുന്നതിന് വേണ്ടിയിട്ട്. പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ. ചിലതൊന്നും നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന ചില കാര്യങ്ങൾ, തൊട്ടടുക്കുന്ന ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നും നമുക്കറിയാത്തതുണ്ട്. വളരെ തൊട്ടടുത്തുള്ളത്, വൺ ഡേ ട്രിപ്പല്ല, പോയിട്ട് ഒരു ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം വളരെ മനോഹരമായ സ്ഥലങ്ങൾ കൊച്ചിയിലുണ്ട്. പക്ഷേ അതൊന്നും അറിയാത്തവരുണ്ട്. പക്ഷേ ഈ വീഡിയോ ഒക്കെ കണ്ടാലേ അറിയുള്ളൂ. വീഡിയോ മാത്രമല്ല, മാധ്യമങ്ങളിലൂടെയോ ദൃശ്യമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ വായിച്ചോ ഒക്കെ വേണം അറിയാൻ. അപ്പോൾ ഇതെല്ലാം അറിയണതൊരു രസമല്ലേ. നമ്മൾ ഒരു പ്രാവശ്യമല്ലേ ജീവിക്കുകയുള്ളൂ. അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേശ്ശേക്ക് അറിഞ്ഞിരിക്കുക. ചുറ്റുപാടുകളും അല്ലാത്തതും അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും നമുക്ക് കിടക്കണ്ട. ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം, അതിലെല്ലാം പങ്കുചേരാം, എല്ലാം ചെയ്യേണ്ടതാണ്. ഇത്ര മനോഹരമായ ഒരു കണ്ണാടി മാളിക പണിയാൻ കഴിഞ്ഞ ഒഡീസിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാം നല്ല കാര്യങ്ങളും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കണ്ടതിന് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ നേരം കളഞ്ഞിരുന്ന ഈ വീഡിയോ കണ്ടതിനും മനസ്സിലാക്കിയതിനും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇനിയും വീണ്ടും ഇതുപോലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്കിഷ്ടമാകുമെന്ന് കരുതുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. കൂടെ എന്നെയും കൂടെ അനുഗ്രഹിച്ചേരട്ടോ. ഈ വീഡിയോ ചെയ്യാൻ, ഇതിലും നല്ല പോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള അനുഗ്രഹം കൂടി, നിങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണ്. അതായത് നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം മതി, വാച്ച് ചെയ്താൽ മതി, അല്ലാണ്ട് വെറുതെ തള്ളിക്കളയണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ കാണുക, കഴിയുന്നതും കാണാൻ ശ്രമിക്കുക. കൂപ്പുകൈയോടെ ലക്ഷ്മി ശിവ്.